ഒരിക്കലും ഇത്തരത്തിലൊരു മാനസികാരോഗ്യത്തെ പറ്റി ചർച്ച ചെയ്യുമ്പോഴോ പ്രേക്ഷകരോടാണ് ഒരിക്കലും പ്രതി ചെയ്ത ക്രൂരകൃത്യത്തെയോ അല്ലെങ്കിൽ ഇത്തരം കുറ്റകൃത്യങ്ങളെയോ ലഘൂകരിക്കുകയല്ല, മറിച്ച് ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങളിലേക്ക് എത്തുന്നത്, അത് ഇനിയും ഇത്തരത്തിലൊരു കുറ്റകൃത്യങ്ങളിലേക്ക് എത്താതിരിക്കാൻ നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് മാത്രമാണ് ഹലോ ഡോക്ടർ എന്ന് സംസാരിക്കുന്നത്. ഡോക്ടർ ലഹരിയെക്കുറിച്ച് ഡോക്ടർ സംസാരിച്ചു, ലഹരി എത്രത്തോളം സ്വാധീനിക്കുന്നുണ്ട് എന്ന വിഷയത്തെക്കുറിച്ച് ഡോക്ടർ സംസാരിച്ചു. ഡോക്ടർ, ഈ വിഷയത്തിലായാലും പ്രതി ലഹരി ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ് വ്യക്തമാകുന്നതെന്ന തരത്തിലുള്ള വാർത്തകളെല്ലാം പുറത്തു വരുന്നുണ്ട്. ഡോക്ടർ ഒരു വട്ടം സംസാരിച്ചതാണ്, എങ്കിൽ പോലും ഈ ലഹരി ഇത്തരത്തിൽ ഡോക്ടർ തന്നെ നേരത്തെ ജെൻസി കാറ്റഗറിയെ പറ്റി 97 മുതലുള്ള അങ്ങോട്ടുള്ള ജെൻസി കാറ്റഗറിയെ പറ്റിയെല്ലാം സൂചിപ്പിച്ചു. അപ്പം ഇത്തരത്തിലുള്ള യുവാക്കളിൽ കൂടുതൽ ഇത്തരത്തിലുള്ള ലഹരി ഉപയോഗം കൂടുന്നതാണ്. പലപ്പോഴും സ്പോർട്ടീവായിട്ടായിരിക്കും ക്രൈമുകൾ നടക്കുന്നത്. മുൻകൂട്ടി പ്ലാൻ ചെയ്യാതെ തന്നെ പെട്ടെന്നുണ്ടാകുന്ന ദേഷ്യത്തിന്റെ പുറത്തെല്ലാം കൂടുതൽ ക്രിമിനൽ കേസുകൾ പുറത്തു വരുന്നൊരു സാഹചര്യമുണ്ടല്ലോ. അല്ല, അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ടാണ് നിങ്ങൾ ലഹരി ഉപയോഗിക്കുന്നത് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കേണ്ടതുണ്ട്. നമുക്ക് പൊതുവേ അറിയാവുന്നതുപോലെ നമ്മളിതിനൊരു പാറ്റേൺ പൊതുവേ പറയാനുണ്ട്. നമ്മളതൊന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ADHD അഥവാ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ എന്ന് പറയുന്ന ഈ ശ്രദ്ധക്കുറവും പിരിവിരിപ്പുമുള്ള കുട്ടികൾ, അത്തരം കുഞ്ഞുങ്ങളെ നമ്മൾ എപ്പോഴും കാണുന്നുണ്ട്. നമ്മളൊക്കെ സമൂഹത്തിൽ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. നമ്മളൊക്കെ പണ്ട് സ്കൂളിൽ പഠിച്ചപ്പോൾ ആലോചിച്ചാൽ മതി, ചില കുട്ടികൾക്ക് ക്ലാസ്സിൽ ഈ ഇരിപ്പുറയ്ക്കത്തില്ല, അടങ്ങി ഒതുങ്ങി ഇരിക്കില്ല എന്ന് പറയും. ടീച്ചർമാർക്കൊക്കെ യഥാർത്ഥത്തിൽ അവർ വരാതിരുന്ന വലിയ ആശ്വാസമാണ്, കാരണം അത്രയും ശല്യം കുറഞ്ഞിരിക്കുമല്ലോ. ഇവർ വന്നു കഴിഞ്ഞാൽ ഇവരടുത്തുള്ള കുട്ടികളെ ഞോണ്ടുകയും പിച്ചുകയും ഒക്കെ ചെയ്യുക, അല്ലെങ്കിൽ ക്ലാസ്സിൽ പൊതുവെ ഒരു ബഹളമുള്ള അന്തരീക്ഷം സൃഷ്ടിക്കുക, അത്തരത്തിലുള്ള ആൾക്കാരുണ്ട്. നമ്മളതിനെ ശ്രദ്ധ കുറവായിരിക്കും, ഇവർക്ക് ശ്രദ്ധയും ഏകാഗ്രതയും രണ്ട് ഘടകങ്ങളാണ്. അറ്റൻഷൻ ഡെഫിസിറ്റ് ആൻഡ് ഹൈപ്പർ ആക്ടിവിറ്റി, ശ്രദ്ധക്കുറവും അതോടൊപ്പം പിരിപിരിപ്പും ഉണ്ടാവും. അപ്പോൾ ഇവർ കുറച്ചുകൂടി അങ്ങോട്ട് വളർന്നു കഴിയുമ്പോഴത്തേക്കും കോണ്ടാക്ട് ഡിസോർഡർ അഥവാ സ്വഭാവ വൈകല്യങ്ങൾ എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് എത്താറുണ്ട്. ചെറിയ ചെറിയ നിയമലംഘനങ്ങൾ നടത്തുക, ജീവികളോടൊക്കെ വലിയ ക്രൂരത കാണിക്കുക. ഇപ്പോൾ ഈ വീട്ടിലുള്ള പട്ടിയുടെ പൂച്ചയുടെയൊക്കെ വാല് പരസ്പരം കൂട്ടിക്കെട്ടിയിടുക. ഇപ്പോൾ ചെറിയ ചില ജീവികളെ, പഴുതാര തുടങ്ങിയ ജീവികളെയൊക്കെ ഈ പാത്രത്തിലൊക്കെ പിടിച്ചിട്ട് അടച്ച് സ്കൂളിലൊക്കെ കൊണ്ടുവരും. വളരെ ക്രൂരമായ ജീവികളെയൊക്കെ ഉപദ്രവിക്കും. ഇപ്പോൾ വീട്ടിലുള്ള തന്നെ സഹോദരനെയോ സഹോദരിയൊക്കെ പല മാതാപിതാക്കളും പറയുന്നത് കണ്ണും പൂട്ടി അടിക്കും. യാതൊരു അനുതാപവും ദയയും അവനില്ല എന്ന് തോന്നും. അങ്ങനെ ഉപദ്രവിക്കുന്ന കോണ്ടാക്ട് ഡിസോർഡർ എന്ന് പറയുന്നൊരവസ്ഥയുണ്ട്. ഈ കോണ്ടാക്ട് ഡിസോർഡറിൻ്റെ തൊട്ട് മുകളിലായിട്ടാണ് നാം നേരത്തെ സൂചിപ്പിച്ച സാമൂഹ്യവിരുദ്ധ വ്യക്തിത്വ വൈകല്യം, ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ. അതായത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡറിൽ നിന്ന് തുടങ്ങി കോണ്ടാക്ട് ഡിസോർഡറിലൂടെ ഈ സാമൂഹ്യവിരുദ്ധ വ്യക്തിത്വ വൈകല്യത്തിലേക്ക് എത്തുന്ന ഒരു പാറ്റേൺ ഉണ്ട്. ഇത് നമുക്ക് നേരത്തെ തിരിച്ചറിയാൻ സാധിക്കും. അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ തന്നെ നേരത്തെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. അതിന് ഫലപ്രദമായ ഇടപെടലുകൾ സാധിക്കും. ഇനി കോണ്ടാക്ട് ഡിസോർഡർ എത്തിക്കഴിഞ്ഞാൽ തന്നെ ഒരു പരിധിവരെ നമുക്ക് ഇടപെടൽ സാധ്യമാണ്. ഈ ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ അഥവാ സാമൂഹ്യവിരുദ്ധ വ്യക്തിത്വ വൈകല്യത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നാം സൂചിപ്പിച്ച പോലെ അവരുടെ ഒരു റിഫോം അത്ര എളുപ്പമായിരിക്കില്ല. അപ്പോൾ ഇത്തരത്തിലുള്ളവരെ തന്നെ നേരത്തെ കണ്ടെത്താൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള ആൾക്കാർ പെട്ടെന്ന് ഈ എടുത്തുചാട്ടം, നേരത്തെ സൂചിപ്പിച്ച ദേഷ്യമൊക്കെ വരുമ്പോൾ കയ്യിലെ സാധനങ്ങളൊക്കെ എടുത്തെറിയുക, ചില ആൾക്കാരുടെ കൈയൊക്കെ ചില കൈ ഇങ്ങനെ മുറിച്ച് വെച്ചിരിക്കുന്നതായിട്ട് കാണാം. നമ്മൾ ചോദിക്കുമ്പോൾ പറയും ദേഷ്യം വരികയൊക്കെ ചെയ്യുമ്പോൾ കൈ മുറിച്ച് കഴിഞ്ഞാൽ അവൻ അല്ലെങ്കിൽ അവൾക്ക് ഒരു സമാധാനം ലഭിക്കുമെന്ന് പറയും. നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ. അപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാരെ ഒക്കെ തന്നെ നേരത്തെ കണ്ടുപിടിക്കാൻ സാധിക്കും. ഇവർക്ക് ലഹരി ഉപയോഗിക്കാനുള്ള ഒരു പ്രവണത കൂടുതലായിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള വ്യക്തിത്വ വൈകല്യങ്ങളും ലഹരിയും ഉപയോഗിച്ച് കഴിയുമ്പോൾ വളരെ അപകടകരമായ ഒരു കോമ്പിനേഷനാണ് അവിടെ രൂപപ്പെടുന്നത്. ഈ ഒരു കോമ്പിനേഷൻ ഈ പറയുന്ന ചില കുറ്റകൃത്യങ്ങളിലെങ്കിലും വളരെ അപകടമുണ്ടാക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതും നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ നേരത്തെ കണ്ടുപിടിക്കാനും അതിന് പരിഹാര മാർഗ്ഗങ്ങളും കണ്ടുപിടിക്കേണ്ടതാണ്. യഥാർത്ഥത്തിൽ ക്ലാസ്സുകളിൽ തന്നെ, വീടുകളിൽ തന്നെ ഈ ADHD അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതിനെതിരായിട്ടുള്ള ഫലപ്രദമായ ഇൻ്റർവെൻഷൻസ് നമുക്ക് ചെയ്യാൻ സാധിക്കും.